ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ, പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ, സ്നേഹഹസ്തം നീട്ടിയെന്നേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ, സ്നേഹഹസ്തം നീട്ടിയെന്നേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനേ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനേ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നാം 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസ ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുകയും തെസ്സലോനിക്കയിൽ നിന്ന് ഈ വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ചുള്ളതായ ആ റിപ്പോർട്ട് പൗലോസിന് തിമോത്തിയോസിന് ലഭിച്ചു. അപ്പോൾ പൗലോസ് പറയുന്ന വാക്കുകളാണ്. എന്താണ് പൗലോസ് പറയുന്നത്? സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും. അപ്പോസ്തലൻ പറയുന്നത് കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി, കർത്താവിനെ വേണ്ടി അധ്വാനിക്കുവാൻ ഇറങ്ങിയ പൗലോസിനും കൂടെയുള്ളവർക്കും ജീവിതത്തിൽ ലഭിച്ചത് കഷ്ടവും സങ്കടവുമാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും നിന്ദയും പരിഹാസവും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ അനുഭവിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾക്കും അപ്പോസ്തലന്മാർക്കും ഈ അവസ്ഥയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഈ കഷ്ടവും സങ്കടവും ഭാഗമാണെന്ന് മനസ്സിലാക്കി നമുക്ക് ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും കഴിയേണ്ടതാണ്. ഈ ലോകത്തിലെ സന്തോഷവും സുഖമൊന്നും അപ്പോസ്തലന്മാരോ അവരുടെ സഹപ്രവർത്തകരോ അനുഭവിച്ചിരുന്നില്ല. അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം അതാണോ? വെള്ളത്തിലെ കുമിള പോലെ മിന്നി മറയുന്ന ഈ ലോകത്തിലെ സുഖങ്ങളിൽ രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണോ? അതോ തിരുനാമ നിമിത്തം അവമാനം സഹിക്കുമെന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? നാം സ്വയം പരിശോധിക്കണം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു പദവിയായി അവർ കണ്ടു. കർത്താവ് അങ്ങനെ ഒരു മാതൃകയാണ് നമ്മൾ വെച്ചു പോയിരിക്കുന്ന 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. കർത്താവ് നമ്മൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ആ കഷ്ടതയുടെ മാതൃക നമുക്ക് വെച്ചു പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിന് വേണ്ടി നാം കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച അതേ കർത്താവിൻ്റെ മാതൃകയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കർത്താവ് ആ മാതൃകയാണ് നമുക്ക് വെച്ച് പോയിരിക്കുന്നത്. പൗലോസിന്റെ വലിയ ആഗ്രഹം കഷ്ടത അനുഭവിക്കാനായിട്ട് ഉള്ളതിൻ്റെ ആഗ്രഹമായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. അപ്പോൾ പൗലോസിന്റെ ആഗ്രഹം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നാം കഷ്ടം സഹിക്കുമ്പോൾ, പീഡ സഹിക്കുമ്പോൾ, അവമാനം സഹിക്കുമ്പോൾ അത് വളരെ പ്രതിഫലമുള്ളതാണ്. കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ നമുക്ക് ഘോഷിച്ചുല്ലസിപ്പാൻ കാരണമാകും. കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. അവിടുത്തെ മുൻപിൽ അവിടുത്തെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പുകഴ്ചയ്ക്കും മാനത്തിനും അതുപോലെ തന്നെ തേജസ്സിനും അത് കാരണമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല,
കർത്താവ് പറയുന്നുണ്ട് വലിയ പ്രതിഫലമുള്ളതാണ് ഈ കഷ്ടത. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ആ കാര്യം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 5:10-11 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നോക്കുക, സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നാം കഷ്ടവും നിന്നയും അപമാനം ഒക്കെ അനുഭവിക്കാൻ മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമ്മളെ കൈവിടുന്ന കർത്താവല്ല. നാം ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, താൻ തന്നെ പരിശുദ്ധനായി കഷ്ടം സഹിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവിടുന്ന് മനസ്സുള്ളവനാണ്. മാത്രമല്ല, കഷ്ടതയിൽ പങ്കുകൊള്ളുന്നവനാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല, കർത്താവ് പറയുന്നുണ്ട്, ഭാവ വഴിയെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാകിയാൽ നമ്മുടെ കഷ്ടതയിൽ കൃപ നൽകി നമ്മളെ സഹായിപ്പാൻ ശക്തീകരിക്കുവാൻ മതിയായവനായ ഒരു കർത്താവാണ്. മാത്രമല്ല, പൗലോസ് ഇവിടെ പറയുന്നത് ഈ കഷ്ടതയുടെ മധ്യത്തിൽ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം പൗലോസിനെ ആശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വസിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ നിലനിൽപ്പാനും കഷ്ടതയെ നേരിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് വിശ്വാസമാണ്. തെസ്സലോനിക്ക വിശ്വാസികൾ കഷ്ടതയുടെ മധ്യത്തിൽ പിന്മാറിപ്പോയില്ല. കാരണം കർത്താവിലുള്ള അവരുടെ വിശ്വാസമാണ്. നമുക്കറിയാം, ഏത് കഷ്ടതയെയും ജയിപ്പാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ മാതൃക നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയുള്ള വിശ്വാസ വീരന്മാരൊക്കെ വിശ്വാസത്തിന്റെ ആ വലിയ സാധ്യത ഉപയോഗിച്ച് കഷ്ടതയെയും പ്രശ്നങ്ങളെ അതിജീവിച്ചു. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്രമല്ല, അവര് പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷയെല്ലാം വിശ്വാസത്താൽ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈച്ചവാറിൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഇരുന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകം യോഗ്യമാകല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ വിശ്വാസത്താൽ ഏത് കഷ്ടതയെ അതിജീവിക്കാൻ കഴിയും. വിശ്വാസത്താൽ ഏത് പ്രതിസന്ധി അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോവുക. കർത്താവ് വരുന്നു. തനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചവരെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇവിടെ പൗലോസ് ആശ്വസിക്കുന്നതാണ് തെസ്സലോനിക്ക വിശ്വാസികളുടെ ആ വിശ്വാസത്തെ ഓർത്ത് തനിക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ സൂഹിക്കുവാനോ സന്തോഷിക്കുവാനോ ഉള്ള അവസരങ്ങളില്ല. അതിനുള്ള സമയമല്ല. ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാനും, കഷ്ടതയായിരുന്നാലും പട്ടിണിയായിരുന്നാലും ഉപദ്രവമായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി നിന്നുകൊണ്ട് സുരക്ഷിതത്തിന് വേണ്ടി പോരാടുവാൻ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ, അവിടെ ചെന്ന് ആശ്വാസം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.